ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ചിരക്കയുടെ ഒരു പകുതി ഭാഗം, ഒരു സബോള, 3 തക്കാളി, ഒരു 2-3 മുരിങ്ങാക്കോല്, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു സബോള നമ്മൾ എടുത്തിട്ടില്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മുരിങ്ങാക്കോല് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ചിരക്ക ഇതുപോലെ ഒന്ന് ഒരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തു. തക്കാളിയും 4 പീസായിട്ട് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. വലിയ തക്കാളി ആണെങ്കിൽ അത് 4ആക്കി മുറിച്ചിട്ട് പിന്നെ 2ആക്കിയും കൂടി മുറിച്ചിട്ടാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു 2 പിടി ഉണക്ക ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്ക ചെമ്മീൻ അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞതാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എരിവ് നിങ്ങൾക്ക് എന്തോരം വേണമെന്നനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്, മുളക് പൊടിക്കും നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ഗ്ലാസ് അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കി, 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അറിയാം നമ്മുടെ ചെമ്മീൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. ഉണക്ക ചെമ്മീൻ കറി വെച്ച് കഴിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കറി ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു കറിയാണ്, നല്ലൊരു നാടൻ കറിയാണത്. പണ്ടൊക്കെ അമ്മൂമ്മയൊക്കെ ഇതുപോലൊക്കെ വച്ച് തരാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു മുരിങ്ങാക്കോൽ എടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഞെക്കി നോക്കാം. ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങാക്കോൽ വെന്ത് കഴിഞ്ഞാൽ തന്നെ കറി ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഒരു അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയതും പിന്നെ അതിലേക്ക് ഒരു 2 പിഞ്ച് ചെറിയ ജീരകവും കൂടി ചേർത്തുന്നുണ്ട്. പിന്നെ ഒരു സവോളയുടെ ഒരു കുറച്ച് ഭാഗവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തൊന്നു ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അരപ്പും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നല്ല തിക്കായിട്ടിരിക്കും ഈ ഒരു അരപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അരപ്പ് പൂർണ്ണമായിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു കറി ഇങ്ങനെ മാത്രമല്ല, നിങ്ങൾക്ക് ചക്കക്കുരും ചെമ്മീനും ഒക്കെ വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ കായയും ചെമ്മീനും തക്കാളിയും അങ്ങനെയും ഒക്കെ വച്ച് ഈ കറി പ്രിപ്പറേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാണ്ട് പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കറി നന്നായിട്ട് തള വന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു തള വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കറിയിലേക്ക്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. നല്ല ടേസ്റ്റാണ്, വയറ് നിറച്ച് ചോറുണ്ട് പോവും, അറിയാതെ തന്നെ കഴിച്ചു. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു കയ്യിൽ വെച്ചിട്ട് കുറച്ച് കറി അതിൽ നിന്ന് എടുത്ത് നമ്മുടെ ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് അതും കൂടി ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ കറിയിലേക്ക് എല്ലായിടത്തേക്കും ചെല്ലാൻ പാകത്തിന്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.